തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള സാൽമൺ ഫിഷ് കറി എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കാട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർന്നിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുക. അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. പിന്നെ മീൻ വറുക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒലീവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ ഇത്തിരി എടുക്കുക, അതിലേക്ക് മീൻ നമ്മളിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. മീൻ ഒരുപാട് നേരം ഇട്ട് ഫ്രൈ ചെയ്യരുത്, ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും കേട്ടോ. അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നമ്മൾ മീൻ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല വറുത്തെടുത്ത് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല ജ്യൂസി പരിവായിരിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത്. കണ്ടോ, വെള്ളമൊക്കെ വന്ന് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പരിവം. പിന്നെ ആ ഓയിലിലോട്ട് തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, പിന്നെ സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. തക്കാളി ഒന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ അടച്ചു വെക്കരുത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ സ്പിനാച്ച് ഇട്ട് കൊടുക്കുക. അതും ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തേങ്ങാപ്പാലാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് ഈ സമയം നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിന് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിക്ക് ചെറിയ ഒരു തിള വരുമ്പോഴത്തേനും നമുക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ഇട്ടാലും അത്ര ഒരു പുളി വന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചൊന്ന് വേവിച്ചായിരുന്നേ. അതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫാക്കി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അത്രയും മതി. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി അല്ലെങ്കിൽ ജ്യൂസി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ. സ്റ്റേ പോസിറ്റീവ്, ബി ഹാപ്പി.